സാർ, ഈ കൊടകര കുഴൽപ്പണക്കേസ് കൊടകര കുഴൽപ്പണക്കേസിൽ തന്റെ കൈകൾ ശുദ്ധമാണ്. മറിച്ചാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്നാണ് ബി.ജെ.പിയുടെ നിലവിലത്തെ പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കൊടകര കുഴൽപ്പണക്കേസിൽ ഇന്ന് നമ്മുടെ സർക്കാർ ഒരു പുതിയ അന്വേഷണ സമിതിയെ നിയോഗിച്ച് ഒരു പുതിയ അന്വേഷണം രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മുൻ സെക്രട്ടറി ആയിട്ടുള്ള തിരൂർ സതീഷിന്റെ ഒരു വെളിപ്പെടുത്തൽ. 6 ചാക്കുകളിലായി പണം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി.ജെ.പി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കെട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്നു എന്ന വെളിപ്പെടുത്തലിന്മേലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ നവംബർ 14 കോടതി കൊടകര കള്ളപ്പണക്കേസിൽ ഇഡിക്കും ആദായ നികുതി വകുപ്പിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കോടതി പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഇത്ര അലംഭാവത്തോടുകൂടി പെരുമാറുന്നത്? ഇതിൽ നിങ്ങൾ എന്തുകൊണ്ട് തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല? എത്രയും വേഗം ഇത് നടത്തി കിട്ടണം എന്നാണ് കോടതി പറഞ്ഞത്. ഇന്ന് സർക്കാർ ഇതിൽ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിക്കുമ്പോൾ അത് ബി.ജെ.പി എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടിക്ക്, പ്രധാനമായും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന അധ്യക്ഷന് അതൊരു ഭീഷണിയാണോ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പകപോക്കലാണോ? ഇത് കേരള ബി.ജെ.പിയെ ഏത് തരത്തിൽ ബാധിക്കും? ധനുഷ്, ഇത് ശ്രീ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ കേരളത്തിലെ ബി.ജെ.പിക്കോ ഒരു ഭീഷണിയാണ് എന്ന നിലയ്ക്ക് ഞാൻ കരുതുന്നില്ല. സർക്കാർ അത് ഒരു പ്രതികാര നടപടി എന്നോണം അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി തളർത്തുന്നതിന് വേണ്ടിയിട്ടോ ബി.ജെ.പിയെ തളർത്തുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ശ്രമിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ബി.ജെ.പിക്കാരായിട്ടുള്ള പല ആൾക്കാരും ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാകേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ചാനൽ ചർച്ചകളിലൊക്കെ മറ്റു പാർട്ടിക്കാരൊക്കെ തന്നെ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷക്കാർ പോലും കൊടകര കുഴൽപ്പണ കേസിൽ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനില്ലേ എന്ന ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞത്, നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിക്കുന്നത്, എന്നിട്ട് പ്രതിസ്ഥാനത്ത് അദ്ദേഹം ഉണ്ടോ? കാരണം അവരെ ഇത് അന്വേഷിച്ചിട്ട് അവരെ കുറ്റപത്രവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു. അതിൽ സാക്ഷികളായിട്ടാണ് ബി.ജെ.പിക്കാരെയൊക്കെ തന്നെ ചേർത്തിരിക്കുന്നത്, പ്രതികളായിട്ടല്ല. അപ്പോൾ അങ്ങനെ വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഹൈവേ റോബറി എന്ന് പറയുന്ന രീതിയിലത്തേക്ക് മാത്രം പരിണമിക്കുകയും അത് കുഴൽപ്പണമാണോ കള്ളപ്പണമാണോ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണോ, അങ്ങനെയെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊന്നും കൃത്യമായിട്ട് ഒന്നും പറയുന്നുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആ കേസ് ഒരുപക്ഷെ അവസാനിച്ചു പോകുമായിരുന്നു. അങ്ങനെ പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വേണമെങ്കിൽ ഒരു കുറ്റപത്രത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് പോലീസൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള കുറേയധികം തെളിവുകളൊക്കെ, ഫോൺ കോളുകളുടെ കാര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ സാക്ഷിമൊഴികളോ ഒക്കെ തന്നെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഈ ആൾക്കാരെയൊക്കെ തന്നെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അതിനവർ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ശ്രീ സന്ദീപ് വാര്യരെ പോലെയുള്ള ആൾക്കാരുടെ ആരോപണം കരുവന്നൂരും കൊടകരയും തമ്മിലാണ് ഡീൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ സ്ഥാനത്ത് അവരെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നേരത്തെ തന്നെ നിലവിൽ തന്നെ പോലീസിനുണ്ടായിരുന്നു, സർക്കാരിനുണ്ടായിരുന്നു. അതവർ ചെയ്തില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ശ്രീ തിരൂർ സതീഷ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പണമാണ് എന്നാണ്. അതിലേതാണ്ട് 9 കോടി രൂപ കൊണ്ടുവരുന്നത് താൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അവിടെ തൃശ്ശൂരിൽ മാത്രമായിട്ട് ആ സമയത്ത് 14 കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ആ പണം ആർക്കാണ് പോയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ബി.ജെ.പിയുടെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റിയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ പറ്റിയും ഓഫീസ് അടച്ച് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനെ പറ്റിയും അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചാക്കുകെട്ടുകളിലാക്കി പണം കൊണ്ടുപോയി എന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അറിവിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. അത് ബി.ജെ.പിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന, അവരുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലത്തേക്കുള്ള വലിയ ആരോപണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ അതിനെപ്പറ്റി അന്വേഷിക്കുക. അതിലേതെങ്കിലും ഒരു ആംഗിൾ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു തുടരന്വേഷണം അല്ലെങ്കിൽ പുനരന്വേഷണം എന്നൊക്കെ പറയുന്നതിൻ്റെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രമൊക്കെ സമർപ്പിച്ച സാഹചര്യത്തിൽ കോടതിയുടെ പെർമിഷനോടുകൂടി മാത്രമേ അത് വീണ്ടും ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതും കോടതി അതിന് വേണ്ടുന്ന അനുവാദം നൽകിയിരിക്കുന്നതും. അപ്പം ഞാനിതിൽ കാണുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ അഗ്നിശുദ്ധി വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അത് തെളിയിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നേരാണ്, നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചു, പക്ഷേ ഞങ്ങളാരും പ്രതിസ്ഥാനത്തില്ലല്ലോ എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം വന്നിരിക്കുന്ന ആരോപണം ഒപ്പമുള്ള ആൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന
ആൾ തന്നെയാണ്. അങ്ങനെ ഒരാൾ പറയുന്ന സമയത്ത് ആ ഒരു ആരോപണത്തിനെ പോലും അതിലും യാതൊരു വിധത്തിലുള്ള സാധുതയുമില്ല എന്ന് തെളിയിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം BJPക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിനെ BJP സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞങ്ങളെല്ലാ കാര്യത്തിലും അന്വേഷണത്തിനോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു അന്വേഷണം നടക്കുകയും അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾക്കൊന്നും തന്നെ തെളിവുകൾ ഹാജരാക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും, ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒന്നും കിട്ടുന്നില്ല എങ്കിലും, അവർ തന്നെയാണ് ഈ പൊതുസമൂഹത്തിൽ അവരുടെ ഒരു നമ്മൾ പറയുന്ന ഒരു ഇമേജാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഭീഷണിയായിട്ട് അതിനെ കരുതണം എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ആ നിലയ്ക്കും അന്വേഷണം വരട്ടെ. കാരണം ഇവിടെ കള്ളപ്പണം എന്നതിനെതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് BJPയുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ പറയാറുണ്ട്. ഡിമോണിറ്റൈസേഷൻ ഉണ്ടായിരുന്ന സമയത്ത് അത് പറഞ്ഞതാണ്. ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും കള്ളപ്പണം എന്നുള്ള ആരോപണം BJPക്കോ BJPക്കാർക്ക് നേരെയോ ഉണ്ടാകാൻ പാടില്ല, ധാർമ്മികമായിട്ട് പോലും. അപ്പോൾ അതുകൊണ്ട് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരിക എന്ന് പറയുന്നത് BJPയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അന്വേഷണം, തുടരന്വേഷണം എന്ന് പറയുന്നതിനെ അവർ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് ഒരർത്ഥത്തിൽ. പിന്നെ വേറെ ഒരു ചെറിയൊരു പ്രശ്നം, നമ്മൾ ഇതിൻ്റെ ഒരു തുടരന്വേഷണം എന്ന് പറയുന്നത് പോലെ തന്നെ സർക്കാർ അപ്പീൽ പോയിരിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. അപ്പീൽ അനുവദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് രണ്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാധീനം ഉപയോഗിച്ചു, പണം ഉപയോഗിച്ചു എന്ന നിലയ്ക്കുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ ഇത് ക്ലിയർ ആക്കുക, അത് ഏത് സമയത്തേക്ക് ക്ലിയർ ആകും, അത് ക്ലിയറായി വരുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതിനെ അവർ സ്വാഗതം ചെയ്യുക തന്നെയാണ് വേണ്ടത്. അതല്ലാതെ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എങ്കിൽ അത് കോടതിയുടെ മുന്നിൽ തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെയാണ് എനിക്കതിൽ തോന്നുന്നത്. ആ നിലയ്ക്ക് തന്നെ BJP പ്രതികരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ കൊടകര എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രഹാസം എടുക്കേണ്ടുന്ന ആവശ്യമൊന്നും അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ശ്രീ സന്ദീപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമില്ലേ, അത് കൂടുതൽ വിശദവിവരങ്ങളൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പറഞ്ഞിരിക്കുന്നതിലും എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ഒരു തുടരന്വേഷണം വരുന്ന സമയത്ത് സന്ദീപിന് ഈ കാര്യത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ അദ്ദേഹം സ്വമേധയാ ഹാജരായി തനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പിന്നീട് ഒരു ഘട്ടത്തിൽ രണ്ടാമത്തെ അന്വേഷണവും കഴിഞ്ഞതിന് ശേഷം BJPക്ക് നേതാക്കന്മാർക്കൊക്കെ ക്ലീൻ ചിറ്റ് കിട്ടുമ്പോൾ പിന്നീട് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് അത് പറയുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പക്കലും എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അത് പറയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അത് അന്വേഷണം നടക്കട്ടെ, അതിൽ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ. ഇവരാരും കുറ്റമൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവർ പുറത്തു വരട്ടെ. ആ രീതിയിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഈ പോലീസ് ആദ്യം അന്വേഷിച്ചിട്ട് ഇതിൽ യാതൊരുവിധ തെളിവും തുമ്പും കിട്ടിയില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഈ തിരൂർ സതീഷ് പൊടുന്നനെ ഒരു ആരോപണവുമായിട്ട് രംഗത്തെത്തുന്നത്. നമുക്കത് വേറൊരു ആംഗിളിൽ ചിന്തിച്ചു നോക്കിയാൽ, സുരേന്ദ്രനെതിരെ പാർട്ടിക്കകത്ത് തന്നെ വൈരാഗ്യമുള്ള ഒരാൾ ഒരു പൊളിറ്റിക്കലി അദ്ദേഹത്തെ തകർക്കാനായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചതായിട്ട് നമുക്ക് കരുതിക്കൂടെ? ഇനിയിപ്പം ഇത് അന്വേഷിച്ചിട്ട് വീണ്ടും കിട്ടിയില്ല, അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് ഇതുപോലെ ആരോപണം ഉന്നയിച്ച് എന്ത് ചെയ്യും? വീണ്ടും നമ്മളപ്പോൾ പറയുമോ സുരേന്ദ്രൻ വീണ്ടും അഗ്നിശുദ്ധി വരുത്തി തെളിയിച്ചിട്ട് വരട്ടെ? അന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും? ഇല്ല, അങ്ങനെ പറയാനായിട്ട് സാധ്യമല്ല. കാരണം ഇത് പറഞ്ഞിരിക്കുന്ന ആളിന് അവിടുത്തെ ഓഫീസിന്റെ ചുമതല ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, അദ്ദേഹത്തിനോടാണ് ഈ ഓഫീസ് അടയ്ക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ചാക്കുകെട്ടിൽ ഇത് ചുമന്നുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോയി എന്നത് അദ്ദേഹത്തിന് ദൃക്സാക്ഷിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതേപോലുള്ള വേറെ ആൾക്കാരുണ്ടോ? നമ്മുടെ അറിവിൽ അങ്ങനെ മറ്റേ ആൾക്കാർ നിലവിലില്ലല്ലോ. ഇദ്ദേഹവും മറ്റേ ആരുടെയെങ്കിലും കാര്യം പറയുന്നില്ല, അതാ ഇന്ന ആൾക്കാർ കണ്ടു എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ മറ്റൊരാൾ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരും പറയേണ്ടത് ഈ ഒരു ഘട്ടത്തിലാണ്. നാളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റാരെങ്കിലും സാക്ഷികളായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹവും അത് ഈ ഒരു ഘട്ടത്തിലാണ് പറയേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ബൈ വെർച്യൂ ഓഫ് ഹിസ് പൊസിഷൻ എന്ന് പറയില്ലേ, അദ്ദേഹം ആ ഓഫീസിൽ ആരായിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വില കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു ആംഗിൾ അതിൽ വരുന്നതും അതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കോടതി പോലും ഒരുപക്ഷെ കരുതിയിരിക്കുന്നത് ആ നിലയ്ക്ക് തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഓഫീസിൻ്റെ ചാർജുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം നേരിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ ആംഗിൾ കൂടുതലായിട്ട് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് അത് വരുന്നത്. പിന്നെ അദ്ദേഹത്തിനെ മറ്റാൾക്കാരെങ്കിലും പ്ലാൻ ചെയ്തതാണോ അല്ലെങ്കിൽ അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനെതിരെ പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ ആ രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ നിലവിൽ വന്നതാണ്. CPM സ്പോൺസേർഡ് ആണ്,
CPM ആണ് അദ്ദേഹത്തിനെ തകർക്കുന്നതിന് വേണ്ടി, പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നത് എന്നൊക്കെ. പക്ഷേ അതും കേവല ആരോപണമായിട്ട് നിൽക്കുകയാണ്, അതും തെളിയിക്കാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെയോ ഈ സതീഷ് എന്ന് പറയുന്ന ആളിന് കുറേയധികം സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പിന്നീട് നിരവധി ആൾക്കാർ കടം വാങ്ങിയ പണം തിരിച്ചു തരണമെന്ന് പറഞ്ഞു വരുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവരുടെ അടുത്തൊന്നും കടം വാങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ ഇതിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലത്തേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അത് പക്ഷേ സതീഷിൻ്റെ പക്ഷത്താണോ മറുപക്ഷത്താണോ എന്നുള്ളതിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറയുന്നത്, ഇത് വന്നിരിക്കുന്നത് പണമാണ്, കുറേ പണം എന്തായാലും പിടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പണത്തിന് നാഥനുണ്ടോ? ഈ പണം ലെജിറ്റിമേറ്റ് ആണോ? ഈ പണം ആരുടെ പക്കൽ നിന്ന് ആർക്ക് എന്തിനു കൊണ്ടുവന്നതാണ്? തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് കൊണ്ടുവന്നിരിക്കുമ്പോൾ പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതിലെ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്, ഈ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് പണം ഒഴുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നു എന്നും, അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളാകുന്ന പല ആൾക്കാരും തങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ പണം അടിച്ചു മാറ്റുന്നുവെന്നും. ഇപ്പോൾ പല ആൾക്കാരും സ്ഥാനാർത്ഥിത്വത്തിനെ ചൊല്ലിപ്പോലും ഈ രീതിയിലത്തേക്കുള്ള തർക്കങ്ങളൊക്കെ കേരളത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഇതിലൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കേവലം ഇതൊരു ഹൈവേ റോബറി എന്നതിനപ്പുറത്തേക്ക്, ഹൈവേ റോബറി ആയിക്കോട്ടെ, പക്ഷേ ആ പണം എവിടെ നിന്ന്, എങ്ങോട്ടേക്ക്, ആരുടെ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുവന്നു, അയാൾക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടോ, ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ ഇതിൽ തന്നെ സതീഷ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരോപണമാണ്, സത്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന പണം കൊണ്ടുവന്നിരിക്കുന്ന ആൾ മോഷണം പോയി എന്നറിയുന്ന സമയത്ത് ആദ്യം ഫോൺ ചെയ്യുന്നത് ശ്രീ സുരേന്ദ്രനെയാണെന്നെന്തോ പറ്റുമോ അദ്ദേഹത്തിൻ്റെ എന്തോ ആരോപണമോ സ്റ്റേറ്റ്മെൻ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. അത് കേവല സൗഹൃദം മാത്രമാണോ മറ്റെന്തെങ്കിലുമാണോ, ഇതൊക്കെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമ്മളാരും തന്നെ അതിൽ ഇതിനെപ്പറ്റി അറിയാതെ അഭിപ്രായം പറയുന്നത് കൊണ്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് BJP-ക്കാരായാലും മറ്റുള്ള ആൾക്കാരായാലും സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒപ്പം കോടതിയിൽ അവർക്ക് അവരുടെ നിരപരാധിത്വമാണ് എങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാവിധ മാർഗ്ഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അതും തെളിയിക്കപ്പെടട്ടെ. ഇനി അവർക്കെതിരെ തെളിവുണ്ടെങ്കിൽ അതും കൊണ്ടുവരട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ലാസ്റ്റ് ഒരു ആംഗിളൂടെ, അതായത് ഈ കൊടകര കുഴൽപ്പണ കേസിൽ സന്ദീപ് വാര്യർ ഇത് മാത്രമല്ല പറഞ്ഞിരുന്നത്, ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇവിടെ ഒരു CPM BJP ഡീൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സന്ദീപ് വാര്യർ. ഈ CPM BJP ഡീൽ ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ കൊടകര കുഴൽപ്പണ കേസ് CPM സാർ ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് തിരൂർ സതീഷിനെ, നമ്മുടെ കേരള പോലീസ് മണ്ടന്മാരൊന്നുമല്ലല്ലോ, തിരൂർ സതീഷിനെ ഒന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മണി പോലെ തിരൂർ സതീഷ് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും. അദ്ദേഹം ഈ ഇപ്പൊ പറഞ്ഞ ആരോപണം അത് ജസ്റ്റ് അദ്ദേഹത്തിന്റെയോ സുരേന്ദ്രന്റെയോ ഫോണൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും, പല ടെക്നോളജി ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് CPM BJP ഡീലാണ്. ഈ CPM ഈ കൊടകര കുഴൽപ്പണ കേസ് BJPക്ക് ഒതുക്കി കൊടുക്കുന്നു, പകരം BJP കേന്ദ്ര സർക്കാർ ED അവരെ വെച്ചിട്ട് ഇവിടെ ഇവർക്ക് ഒരുപാട് ഫേവർ ചെയ്ത് കൊടുക്കുന്നു. അത് ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിലാകാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ പ്രതിപക്ഷമുണ്ട്, കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷം ഇവിടെയുണ്ട്, ഇവരതിൽ ഇടപെടുന്നുമില്ല. അതെന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് BJPക്ക് വേണ്ടി ഇങ്ങനെ ഒരു വിടുപണി ചെയ്യുകയാണ് എന്ന് സന്ദീപ് വാര്യരുടെ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഒരു നീക്കം നടത്താവുന്നതല്ല? കോൺഗ്രസിന് നീക്കം നടത്തുക എന്ന് പറയുമ്പോൾ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്, അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതിലെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു CBI എൻക്വയറി പോലെയുള്ള കാര്യങ്ങളാണ് വരേണ്ടത്. പക്ഷെ ഒരു തുടരന്വേഷണത്തിൻ്റെ സാഹചര്യത്തിൽ മറ്റൊരു ഹയർ എൻക്വയറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് അത് കോടതിയിലേക്ക് പോവുകയാണ്. അത് പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ നേരാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ട് പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്ന് കോടതി അതിന് അനുവാദം നൽകിയില്ല എങ്കിലോ, ഇനി അഥവാ കോടതിയിലേക്ക് തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയുമായിട്ട് ഈ അന്വേഷണ സംഘം പോയില്ല എങ്കിലോ ഒക്കെ തന്നെ കോൺഗ്രസിന് അതിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നിലവിൽ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയുള്ള ഒരു ആംഗിൾ അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇതിലൊരു ഡീലുണ്ട് എന്നും CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്നും, BJP എവിടെയൊക്കെയാണോ പ്രതിസ്ഥാനത്ത് വരുന്നത് അവിടെ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുന്ന രീതിയിലത്തേക്ക്, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുമ്പോൾ പ്രത്യുപകാരമായിട്ട് CPM എവിടെയൊക്കെയാണോ പെട്ടുകിടക്കുന്നത് അവിടെ അവർക്കെതിരെയും നടപടികൾ എടുക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കൊടകരയോട് ചേർത്ത് വെച്ചിരിക്കുന്നത് കരുവന്നൂരാണ്. അപ്പോൾ കരുവന്നൂരുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് നമുക്കറിയാം, പക്ഷേ പ്രധാനപ്പെട്ട പേരുകളിലേക്ക് പോയിട്ടില്ല. നമ്മൾ കേട്ടിട്ടുള്ള ചില പേരുകളുണ്ട്, പക്ഷേ അതൊക്കെ തന്നെ കൂടുതലും പ്രാദേശിക നേതാക്കന്മാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് സാധ്യമല്ല എന്ന്. മറ്റുള്ള ആൾക്കാരുണ്ടാകണം. പ്രത്യേകിച്ച് പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. CPM-നെ കബളിപ്പിക്കാം എന്ന് കരുതുന്ന ആൾക്കാരൊക്കെ തന്നെ അതിൽ ദീർഘകാലം പ്രവർത്തിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യം പാർട്ടിക്കും അതിലുണ്ടായിട്ടുണ്ടോ,
കൂടുതൽ നേതാക്കന്മാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊരുപക്ഷെ പരിശോധിക്കപ്പെടുന്നുണ്ടാകാം എന്ന് നമുക്ക് ഊഹിക്കാനേ കഴിയുകയുള്ളൂ. കാരണം ഈ അന്വേഷണ ഏജൻസികളൊന്നും തന്നെ അതിൻ്റെ ഡേ ടു ഡേ അപ്ഡേറ്റ് ഒന്നും തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതിയില്ല. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു രേഖ പുറത്തു വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുകയുമുള്ളൂ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡീല് എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണം പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് പറയാനുള്ള ഫോറംസ് ഉണ്ട്. ഇപ്പോൾ ഈ ആരോപണം പറയുന്നത് എന്തിനാണ്? രാഷ്ട്രീയമായി CPM-നെ തളർത്തുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ BJP-യെ തളർത്തുന്നതിന് വേണ്ടിയിട്ടും മാത്രമാണോ? അതോ ഇതിലൊരു മാറ്റമുണ്ടാകണം, ഈ ഒരു അവിശുദ്ധ ബാന്ധവമുണ്ട് എങ്കിൽ അത് പൊളിക്കണം, അത് പുറത്തു വരണം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന അർത്ഥത്തിലല്ലേ? ആ അർത്ഥത്തിലാണെങ്കിൽ ഇവിടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനോട് സഹകരിക്കണം. അപ്പോൾ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷൻ ശ്രീ സന്ദീപിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ പുറത്തു വിടുന്നതിന് വേണ്ടിയിട്ടോ അന്വേഷണ ഏജൻസിയോട് തൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്, താൻ അതിൽ തൻ്റെ ലോക്കൽ സ്റ്റാൻഡ് എന്താണ്, തനിക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് അവിടെ പറയാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകണം. അതില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ കേവല രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു തിരൂർ സതീശ് എന്ന് പറയുന്നു, നാളെ വേറൊരു തിരൂർ സതീശ് വന്നുകൂടെ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തിരൂർ സതീശ് പറയുന്നത് അദ്ദേഹം ഇതിന് ദൃക്സാക്ഷിയാണ് എന്നാണ്. അപ്പോൾ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാൾ കുറേ അധികം ഇൻഫർമേഷൻ പറയുകയും അത് അന്വേഷണത്തിൻ്റെ ഗതിയെ തന്നെ സാരമായി വഴിതിരിച്ചു വിടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളപ്പോൾ അത് പ്രോബ് ചെയ്യുക എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതി ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതിനെ ആരും തന്നെ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയല്ല, മറിച്ച് അന്വേഷണത്തിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് BJP ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ഭാഗത്ത് ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഭാഗത്ത് കാര്യമായ പിശകുകളില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിലത്തേക്ക് ഒരു കാഴ്ചപ്പാട് വെക്കുന്നതിന് വേണ്ടി കൂടി അവർക്ക് അത് സഹായകമാകും. അതവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.